ഞാൻ സന്തോഷത്തിൻ നീണം. I am the best. Oh 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 oh. I am the best. Yeah. പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, വിദ്യാഭ്യാസം എന്നത് അറിവ് നേടാനുള്ള മാർഗം മാത്രമല്ല, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെയും മൂല്യബോധത്തെയും ജീവിതശൈലിയെയും സ്വഭാവ രൂപീകരണത്തെയും ഒക്കെ രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. അതിനുവേണ്ടിയുള്ള ഒരു ശക്തമായ ഉപാധി കൂടിയാകണം വിദ്യാഭ്യാസം. യഥാർത്ഥ വിദ്യാഭ്യാസം നമ്മളെ നല്ല ചിന്തകളിലേക്ക് നയിക്കാൻ പര്യാപ്തമാകണം. അതുവഴി നമ്മുടെ കുഞ്ഞുങ്ങളിൽ സ്നേഹവും കരുണയും സഹാനുഭൂതിയും ആത്മവിശ്വാസവും ഉത്തരവാദിത്വ ബോധവും ഒക്കെ ഉണ്ടാകണം. വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അറിവ് പകർന്നു നൽകുന്നത് മാത്രമാകുന്നില്ല, ഒപ്പം കുട്ടികളിലുള്ള കഴിവുകളെ വളർത്തിയെടുക്കുക കൂടി അതിൻ്റെ ഭാഗമാണ്. നമ്മുടെ കുട്ടികൾ എല്ലാ രംഗത്തും ഏറ്റവും മികച്ചവരാകണം. അവരെ സമൂഹത്തിൻ്റെ ഒരു തുറയിലും മാറ്റി നിർത്തപ്പെടുന്നവരാകരുത്. മറ്റുള്ളവർ എവിടെ നമ്മുടെ കുട്ടികളെ കാണുമ്പോഴും അവർ ഏറ്റവും മികച്ചവരും ഏറ്റവും നല്ലവരാണെന്നും പറയുവാനുള്ള അവസരം സെൻറ് ജെറോംസിലെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ നമ്മുടെ പഠന പ്രവർത്തനങ്ങളെയും പാഠ്യേതര പ്രവർത്തനങ്ങളെയും രൂപപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത്. എനിക്ക് കഴിയും, ഞാൻ കഴിവുള്ളവനാണ് അല്ലെങ്കിൽ കഴിവുള്ളവളാണ് എന്നുള്ള ചിന്ത നമ്മുടെ എല്ലാ കുട്ടികളുടെയും മനസ്സിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ സ്കൂളിൽ നമ്മൾ ഈ വർഷം കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പുതിയ ഒരു പ്രോഗ്രാമാണ് ഐ ആം ദി ബെസ്റ്റ്. ഞാൻ ഏറ്റവും നല്ല കുട്ടിയാണ് എന്നുള്ളൊരു ചിന്ത ആദ്യം ഉണ്ടാകേണ്ടത് നമ്മുടെ കുട്ടികളിൽ തന്നെയാണ്. ആ ചിന്ത വളർത്തിയെടുക്കാൻ ഈ പ്രോഗ്രാം വളരെയധികം സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുക. ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ പ്രവർത്തനത്തിൽ ആദ്യം കുട്ടിയെപ്പറ്റി തന്നെ എഴുതുന്നു. ആ കുട്ടിയുടെ സ്വപ്നങ്ങൾ എന്താണ് എന്നാണ് ആദ്യ പേജിൽ രേഖപ്പെടുത്തുക. എനിക്ക് എന്തായി തീരണം, അല്ലെങ്കിൽ ഈ ഒരു വർഷം കൊണ്ട് ഞാൻ എന്നിൽ എന്തു മാറ്റമാണ് വരുത്തുവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കുട്ടി തന്നെ ഒന്ന് എഴുതുകയാണ്. അപ്പം അതിനുശേഷം കുട്ടിയും മാതാപിതാക്കളും ഒരുമിച്ചിരുന്ന് അതിനുവേണ്ടി ഒരു പ്രവർത്തന മാർഗരേഖ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ തയ്യാറാക്കുന്നു. ആ ടൈം ടേബിൾ അനുസരിച്ച് കുട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ അധ്യാപകരും മാതാപിതാക്കളും ഒരുമിച്ച് ഓരോ ദിവസവും നിരീക്ഷിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും കൃത്യമായി വിലയിരുത്തുകയും ചെയ്തു. അങ്ങനെ ഒരു വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ ഞാൻ എന്ത് നേടി എന്ന് കുട്ടി എഴുതി വെക്കുന്നിടത്താണ്, രേഖപ്പെടുത്തുന്നിടത്താണ് ഈ പദ്ധതി അവസാനിക്കുക. ഈ പദ്ധതിക്ക് ആവശ്യമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ അധ്യാപകർ ഇതിൻ്റെ പിന്നണിയിൽ ചെയ്യുന്നുണ്ട്. പല പല വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഏതൊക്കെ കാര്യങ്ങളാണ് കുട്ടി ഇന്നത്തെ കാലത്ത് ഒരാൾ അറിഞ്ഞിരിക്കേണ്ടത്, പഠിച്ചിരിക്കേണ്ടത്, ഈ പ്രായത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അവനിൽ ഉണ്ടാകേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി കുറേ അധികം വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ആ വിഷയത്തിൽ കൃത്യമായ ക്ലാസ്സുകൾ അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം, പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ആരാധനാലയങ്ങളിൽ എങ്ങനെ പെരുമാറണം, ഭക്ഷണമേശയിൽ എങ്ങനെ പെരുമാറണം, വീട്ടിൽ എങ്ങനെ പെരുമാറണം, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനെ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഉതകുന്ന കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എപ്രകാരം പഠിക്കണം, മൊബൈൽ ഫോണുകൾ എങ്ങനെ ഉപയോഗിക്കണം, മറ്റു സാമൂഹ്യ മാധ്യമങ്ങളിൽ എങ്ങനെ ഇടപെടണം, എങ്ങനെ നല്ല കുട്ടികളെ കണ്ടെത്തണം, എങ്ങനെ നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തണം, എങ്ങനെ നല്ല കുഞ്ഞാകാം, എങ്ങനെ നല്ല മാതൃകയാകാം, ഈ വിഷയങ്ങളിൽ ഒരുപാട് ക്ലാസ്സുകൾ അണിയറയിൽ തയ്യാറാകുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ അധ്യാപകർ നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ കുട്ടികൾക്ക് നൽകും. അപ്പോൾ നമ്മൾ വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തും. ഈ പ്രവർത്തനങ്ങളിലൂടെയെല്ലാം ഒരു വർഷം കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലും പഠനത്തിലും എല്ലാം വ്യത്യാസങ്ങളുണ്ടാകും. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. കുട്ടികളുടെ സഹകരണം, ഒപ്പം കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ സഹകരണം, പൊതുസമൂഹത്തിൻ്റെ സഹകരണം, ഇതൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് ഈ പദ്ധതിയെ നല്ല വിജയപ്രദമാക്കി മാറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ
ഐ ആം ദി ബെസ്റ്റ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ വരുന്ന കാലഘട്ടങ്ങളിൽ സെന്റ് ജെറോംസ് എൽ പി സ്കൂളിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികൾ മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തോ ഒരു മേന്മ നമ്മുടെ കുഞ്ഞുങ്ങളിലുണ്ട് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കാലങ്ങളായിട്ട് നമ്മുടെ സ്കൂളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ പൊതിച്ചോറ് വിതരണവും നമ്മുടെ അസംബ്ലികളും നമ്മുടെ അതുപോലെ തന്നെ നമ്മൾ ഓരോ ആഴ്ചയിൽ നടത്തുന്ന കായിക മത്സരങ്ങളും പ്രോഗ്രാമുകളും ഒക്കെ നമ്മുടെ കുട്ടികളെ മികച്ചവരാക്കി തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ദ ബെസ്റ്റ് ആയിട്ട് മാറട്ടെ. ഐ ആം ദി ബെസ്റ്റ് എന്ന പ്രോഗ്രാം നമ്മൾ ഈ വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നീക്കി വയ്ക്കുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടെ ഈ പ്രോഗ്രാം എല്ലാവരും ഹൃദയത്തിൽ ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസത്തോടെ ഈ പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാം. സ്നേഹപൂർവ്വം സൈജു സാർ.